Hello everyone, welcome to our today's video. ഇന്നത്തെ വീഡിയോയിൽ മൊഡ്യൂൾ 1-ലെ നോഡൽ വോൾട്ടേജ് അനാലിസിസ്, അതായത് നോഡൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ വോൾട്ടേജസ് അറ്റ് ദ നോഡ്സ് ഓഫ് ദിസ് സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ഈ സർക്യൂട്ടിലുള്ള നോഡൽ വോൾട്ടേജസ് ആണ് നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ കേസിൽ നമുക്ക് എത്ര നോഡ്സ് ഉണ്ടെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. ഇനി നോഡൽ അനാലിസിസിൽ നമ്മളെപ്പോഴും ഒരു നോഡ് റെഫറൻസ് നോഡായിട്ട് കൺസിഡർ ചെയ്യും, ഒരു ഗ്രൗണ്ട് ചെയ്യും. ഈ കേസിൽ ഞാൻ ഈ നോഡാണ് നമ്മുടെ റെഫറൻസ് നോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് I am connecting the ground over here, so I am considering the voltage at this node be V1, at this node be V2 and at this node be V3. In this case ഇവിടെ ഒരു കറന്റ് സോഴ്സും ഇവിടെ ഒരു കറന്റ് ഡിപ്പെൻഡൻറ്റ് കറന്റ് സോഴ്സുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊരു ഡയമണ്ട് ഷേപ്പ് കണ്ടാൽ നമുക്കറിയാം ഇതൊരു ഡിപ്പെൻഡൻറ്റ് കറൻറ്റ് സോഴ്സ് ആണ്. സർക്കിൾ നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻറ്റ് കറൻറ്റ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് സർക്കിൾ യൂസ് ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനി ഈ IX എന്ന് പറയുന്നത് കറൻറ്റ് പാസിങ് ത്രൂ 2 ohm റെസിസ്റ്റർ ആണ് IX എന്ന് പറയുന്നത്. സോ IX ഈക്വൽ ടു the voltage across this 2 ohm terminal. ഈ 2 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് കറൻറ്റ് പാസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് V1 ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ ദാൻ V2. V1-ൻ്റെ പൊട്ടൻഷ്യലാണ് V2-വിനേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണ് കറൻറ്റ് V1-ൽ നിന്നും V2-ലേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ IX വിൽ ബി ഈക്വൽ ടു V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ R. ഹിയർ ഇൻ ദിസ് കേസ് IX ഫ്ലോ ചെയ്യുന്നത് 2 ohm റെസിസ്റ്റൻസിന് അക്രോസ് ആണ്. അതുകൊണ്ട് V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 2 ohm. ഓക്കെ, ഐ എം കൺസിഡറിങ് ഇറ്റ് ആസ് അവർ ഇക്വേഷൻ നമ്പർ A. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നോഡ് 1-ൽ KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈയിങ് KCL അറ്റ് നോഡ് A. അപ്ലൈയിങ് KCL അറ്റ് നോഡ് 1. നോഡ് 1-ൽ KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. IX-ൻ്റെ ഡയറക്ഷൻ ഓൾറെഡി എവേ ഫ്രം V1 എന്നവർ ഷോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ആം അസ്യൂമിങ് കറൻറ്റ് ത്രൂ ദ 4 ohm ബ്രാഞ്ച് ബി ലൈക്ക് ദിസ് എവേ ഫ്രം V1. നോർമലി ഇവർ സ്പെസിഫിക്കലി നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ആ പർട്ടിക്കുലർ നോഡിൽ നിന്ന് കറൻറ്റ് എവേ ആയിട്ടാണ് നമ്മൾ ജനറലി കാണിക്കുക. നമ്മൾ കൂടുതൽ അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരാതെ നോഡൽ ഇക്വേഷൻ എഴുതാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ കേസിൽ ഡയറക്ഷൻ തന്നതുകൊണ്ട് ഞാൻ ഈ നോഡിലേക്ക് കറൻറ്റ് ഇൻ ആയിട്ടും ബാക്കിയുള്ള ഈ കേസിൽ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. ഈ കേസിൽ ഞാൻ എവേ ഫ്രം നോഡ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കിനി ഈ പോയിന്റിലുള്ള KCL അപ്ലൈ ചെയ്യാം. നോഡ് 1-ൽ KCL അപ്ലൈ ചെയ്യുമ്പം ഞാൻ എൻട്രിങ് കറൻറ്റ് ഈക്വൽ ടു സം ഓഫ് എൻട്രിങ് കറൻറ്റ് ഈക്വൽ ടു സം ഓഫ് ലീവിങ് കറൻറ്റ് എന്നുള്ള KCL ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ എഴുതിയാലും എളുപ്പമാണ്, പക്ഷേ കുറച്ചും കൂടെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് സം ഓഫ് ലീവിങ് കറൻറ്റ് ഈക്വൽ ടു സം ഓഫ് എൻട്രിങ് കറൻറ്റ് എന്നുള്ള അസംഷനിൽ ഞാൻ പ്രൊസീഡ് ചെയ്യാണ്. ഇവിടെ എൻട്രിങ് കറൻറ്റ് എന്ന് പറയുന്നത് ഈ നോഡിലേക്ക് 3 amperes എന്നുള്ളൊരു കറൻറ്റ് മാത്രമാണ് എൻട്രിങ് ചെയ്യുന്നുള്ളൂ. സോ 3 ഈക്വൽ ടു what is the leaving current IX? What is IX? V1 minus higher potential is V1 minus V2 divided by 2 ohm. V1 minus V2 divided by 2 and V1 minus V3 divided by
4 V1 മൈനസ് V3 ഡിവൈഡഡ് ബൈ 4. ഇനി ഈ കേസിൽ ഞാൻ LCM എടുക്കുകയാണെങ്കിൽ 4 ആണ് LCM ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്ററിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. V1 മൈനസ് V2 പ്ലസ് 4 തന്നെ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 4 തന്നെ ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ദാറ്റ് ഈസ് ഐ ആം എക്സ്പാൻഡിങ് ദിസ് ബ്രാക്കറ്റ്. 2V1 minus 2V2 plus V1 minus V3 equal to, I am taking this denominator to RHS of this equation, that means 3 into 4. Okay, ഈ രണ്ട് ടേം ഞാൻ സം ചെയ്യാണ്. 3V1 മൈനസ് 2V2 minus V3 equal to 12. Let this be our equation number 1. Okay, ഇനി at node 2-ൽ ഞാൻ KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. Applying KCL at node 2. Again ഈ നോഡിലേക്ക് വരുവാണെങ്കിൽ ഈ നോഡിൽ ഞാൻ എല്ലാ കറൻറ്റും ലീവിങ് കറൻ്റായിട്ട് അസ്യൂം ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഐ ആം കൺസിഡറിങ് ലൈക്ക് ദിസ്. ഞാൻ പറഞ്ഞു ജനറലി നമ്മൾ ലീവിങ് കറൻ്റായിട്ട് അസ്യൂം ചെയ്യുന്നതാണ് നമുക്ക് കാൽക്കുലേഷൻ മോർ ഈസി ആക്കാനായിട്ട് എളുപ്പം. ഏത് രീതിയിലെടുത്താലും തെറ്റല്ല, പക്ഷേ ഈ ഒരു അസംഷനിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനിലും സെയിം ഫോർമാറ്റിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സോ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഈ രീതിയിൽ അസ്യൂം ചെയ്യുമ്പോൾ V2 ആണ് ഹയർ പൊട്ടൻഷ്യൽ. ദാറ്റ് മീൻസ് V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 4. V2 മൈനസ് 0, ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ നമ്മൾ 0 വോൾട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് V2 മൈനസ് 0 ഡിവൈഡഡ് ബൈ 4 പ്ലസ് V2 മൈനസ് V3 divided by V2 minus V3 divided by 8, which is equal to 0. Okay, ഇവിടെ എൻട്രിങ് കറൻറ്റ് നമ്മളൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല, എല്ലാം ലീവിങ് കറൻറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ സിഗ്മ ഓഫ് ഓൾ ലീവിങ് കറൻറ്റ്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. 0 മീൻസ് നോ എൻട്രിങ് കറൻറ്റ്. ഓക്കെ, ഹിയർ I am considering the LCM as 8. 8 LCM ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 കിട്ടും. ദാറ്റ് മീൻസ് 4 ഇൻറ്റു V2 മൈനസ് V1 പ്ലസ് ഇവിടെ 4 ആണ്, 4 ഇൻറ്റു 2 ആണ് നമുക്ക് 8 കിട്ടുന്നത്. സോ ന്യൂമറേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ഓൾറെഡി 8 ആയതുകൊണ്ട് നോ നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് anything, which is equal to 0. ഈ 8-നെ RHS of this equation എടുത്താലും 0 ആയിരിക്കും. So I am expanding this bracket. 4V2 minus 4V1 plus 2V2 plus V2 minus V3. Okay, which is equal to 0. That is V1 term I am taking together minus 4V1 V2, that is plus 7V2 minus V3 equal to 0. I am considering this as our equation number 2. Okay, and now I am going to apply KCL at node 3. Applying KCL at node 3, again I am going to consider this as leaving current and this as leaving current, and ഈ കേസിൽ കറണ്ട് ഡയറക്ഷൻ ഓൾറെഡി ലീവിങ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ V3 minus V1 divided by 4, V3 minus V1 divided by 4, V3 minus V2
V3 minus V2 divided by 8 plus 2ix equal to 0. Sum of leaving current equal to 0. കാരണം നമ്മളിവിടെ എൻട്രിങ് കറണ്ട് ഒന്നും കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ RHS 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഇക്വേഷനിൽ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഐഎക്സിൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ എയിൽ നിന്ന് V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 2 എന്നറിയാം. സോ ഹിയർ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് V3 മൈനസ് V1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് V3 minus V2 divided by 8 plus 2 into what is Ix? V1 minus V2 divided by 2, right? V1 minus V2 divided by 2, which is equal to 0. Here again I am taking the LCM as 8. Here 2 get cancelled, so 8 denominator 8 I am considering. 4 in 8 I can multiply by 2, that means 2 into V3 minus V1 plus 8 തന്നെയാണ് ഈ ടേമിൻ്റെ. So I am keeping as it is plus denominator ഇവിടെ ഇപ്പോൾ 1 ആയി, 2 cancel ആയി 1 ആയി. So same 8 ആക്കണമെങ്കിൽ multiply the numerator also with 8, which is equal to V1 minus V2, which is equal to 0. ഈ 8നെ RHS of equation എടുത്താലും multiplying with 0 means the value will be 0. So here I am expanding this bracket. 2V3 minus 2V1 plus V3 minus V2 plus 8V1 minus 8V2, which is equal to 0. V1 in the terms എല്ലാം ഞാൻ ഒരുമിച്ചാക്കുകയാണ്. 6V1, V2 in the terms minus 9V2 and next is V3 plus 3V3, which is equal to 0. ഇതിനെല്ലാത്തിലും 3 common ആണ്. So I am taking 3 out. That means 3 into 2V1. ഈ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 3 into 2V1 minus 3V2 plus V3 equal to 0. 3 നമ്മൾ 0നെ ഡിവൈഡ് ചെയ്താലും 0 തന്നെയാണ് നമുക്ക് കിട്ടുക. സോ 2V1 മൈനസ് 3V2 പ്ലസ് V3 ഈക്വൽ ടു 0. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 3. നൗ ഈ 3 നോട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. 1, 2, 3. എത്ര നമ്പർ ഓഫ് നോട്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ സെയിം നമ്പർ ഓഫ് ഇക്വേഷൻസും നമുക്ക് കിട്ടും. സോ 3 അൺനോൺസ് ഇൻ 3 അൺനോൺസ് ഇൻ 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് V1, V2, V3 എന്നുള്ള വാല്യൂസ് കിട്ടും. ഇനി ഈ അൺനോൺസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2 ടെക്നിക്കാണ് നോർമലി യൂസ് ചെയ്യുന്നത്. വൺ ഈസ് മെട്രിക്സ് മെത്തേഡ് ആൻഡ് അതർ ഈസ് ദി എലിമിനേഷൻ ടെക്നിക്. എലിമിനേഷൻ ടെക്നിക്ക് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മെട്രിക്സ് മെത്തേഡ് നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്തിട്ടാണ് മെട്രിക്സ് മെത്തേഡ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പിന്നെ ഈ സിലബസിൽ മെട്രിക്സ് മെത്തേഡ് സ്പെസിഫിക്കലി പറഞ്ഞതുകൊണ്ട് എക്സാമിന് മെട്രിക്സ് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മെട്രിക്സ് മെത്തേഡിൽ തന്നെ വേണം സൊല്യൂഷൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലം ഞാൻ 2 മെത്തേഡിലും ചെയ്ത് നമുക്ക് കാണിക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി കിട്ടിയ 3 ഇക്വേഷൻസ് ഞാനിവിടെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് ക്രാമേഴ്സ് റൂൾ ഓർ മെട്രിക്സ് മെത്തേഡിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ക്രാമേഴ്സ് റൂൾ ഓർ മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന 3 ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻസിനെ നമുക്ക് മെട്രിക്സ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് മെട്രിക്സ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻസ് സെപ്പറേറ്റ് ചെയ്തിട്ട്
ഒരു ഈ കേസിൽ 3 ഇക്വേഷൻസ് ആയതുകൊണ്ട് 3/3 മെട്രിക്സ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ബിക്കോസ് 3 അൺനോൺസ് ആൻഡ് 3 ഇക്വേഷൻസ്. ഒരു 3/3 മെട്രിക്സിലേക്ക് ഈ എല്ലാ ഇക്വേഷൻസിനെയും കോഎഫിഷ്യൻസിനെ നമ്മൾ എടുത്തെഴുതുകയാണ്. സപ്പോസ് ഈ കേസിൽ V3 എന്നുള്ളൊരു ടേം ഇല്ലായിരുന്നുണ്ടെങ്കിൽ അഗെയിൻ റൈറ്റ് 0V3 എന്ത് കറസ്പോണ്ടിങ് വാല്യൂവിൻ്റെ അടുത്ത് നമ്മൾ 0 എന്ന് ആഡ് ചെയ്യണം. ഈ കേസിൽ നമുക്ക് എല്ലാ വാല്യൂസും അവൈലബിൾ ആണ്. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് ദ കോഎഫിഷ്യൻസ് ടേംസ് അലോങ് 3, -2, -1, -4, 7 and -1 again, 2, -3 and +1, 2, -3 and +1 multiplied by I am going to write a 3/1 matrix of our unknowns. V1, V2, V3, which is equal to, this is our matrix whose values I am going to write. ഈ ഇക്വേഷൻസിൻ്റെ വാല്യൂസ് നമുക്ക് RHS സൈഡിൽ ഈ ഇക്വേഷൻ്റെ RHS ആണ് ഈ മെട്രിക്സിൽ എഴുതാൻ പോകുന്നത്. 12, 0, 0 റൈറ്റ്. ഇനി ക്രാമേഴ്സ് റൂൾ അനുസരിച്ച് V1 എന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് Δ1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. വാട്ട് ഈസ് ഡെൽറ്റ? ഡിറ്റർമിനൻറ്റ് ഓഫ് ഡെൽറ്റ മീൻസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. ഈ കോഎഫിഷ്യൻറ്റ് മെട്രിക്സിനെയാണ് നമ്മൾ കോഎഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. 3, -2, -1, -4, 7, -1, 2, -3, 1. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആണ് ഡെൽറ്റ ആയിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് Δ1? Δ1 means ഫസ്റ്റ് കോളം നമ്മൾ ഈ ഒരു കോളമായിട്ട് റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് 12, 0, 0. ഫസ്റ്റ് കോളം നമ്മൾ ഈ ഒരു മെട്രിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ബാക്കിയുള്ള 2 കോളത്തിൻ്റെ വാല്യൂസ് വി വിൽ റൈറ്റ് ആസ് ഇറ്റ് ഈസ്. ഈ 2 കോളത്തിൻ്റെ വാല്യൂ സെയിം ആയിട്ട് ഇവിടെ എഴുതുക. 2, -2, 7, -3, -1, -1, 1. This is nothing but our Δ1. ഈ കിട്ടുന്ന വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് V1. ഈ ഡിറ്റർമിനൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നോർമൽ മെത്തേഡിൽ. ഇനിയൊരു സിംപ്ലസ്റ്റ് ടെക്നിക്കിൽ, സിംപ്ലസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടെക്നിക്കലി കംഫർട്ടബിൾ ആണെങ്കിൽ ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ഈ ഡിറ്റർമിനൻറ്റ് 3/3 മെട്രിക്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫോളോ ദ ടെക്നിക്. വിച്ച് വൺ ഹിയർ ഐ എം ഗോയിങ് ടു റൈറ്റ്. നമുക്ക് ഏത് മെട്രിക്സിൻ്റെയാണോ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കേണ്ടത് ആ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതുക. -4, 7, -1, 2, -3, 1. ഓക്കെ, and now ഈ ഫസ്റ്റ് 2 റോ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 3, -2, -1, -4, 7, -1. ഫസ്റ്റ് 2 റോസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 5 റോ ആയിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് കോർണർ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഈ കോർണറിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗണൽ എലമെൻസിനെ കണക്ട് ചെയ്യുക. മീൻസ് ഈ കറസ്പോണ്ടിങ് ഡയഗണൽ എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന വാല്യൂവിനെ സം ചെയ്യാം. ഇത് RHSൽ നമുക്ക് RHSൽ ഇതുപോലെ കിട്ടുന്ന ഈ ഡയഗണൽ എലമെൻറ്റിനെ ഇതുപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂവിനെ എഗെയിൻ പ്ലസ് ചെയ്യുക. ഈ വാല്യൂസിനെ എഗെയിൻ പ്ലസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ കോർണർ എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ ഈ 3 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനെ മൈനസ് ചെയ്യുക. സെയിം വേ
ഡയഗണലി കണക്ട് ചെയ്യുന്ന ഈ 3 എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എഗെയിൻ മൈനസ് ചെയ്യുക. സെയിം വേ ഈ 3 വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ മൈനസ് ചെയ്യുക. ഇപ്പോൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ 3 into 7 is 21. 21 into 1 is again 21. So plus 21. This is plus 21 and minus 4 into minus 3 plus 12 plus 12 into minus 1 is minus 12 plus CR. Minus 12 in a plus CR means again it will be minus 12. ഇനി ഇവിടെ 2 into minus 2 is minus 4. Minus 4 into minus 1 plus 4. നമുക്ക് കിട്ടുന്ന വാല്യൂ പ്ലസ് 4 ആണ്. അതിനെ പ്ലസ് ചെയ്യുക. ഓക്കെ, ഇനി ഈ സൈഡിലോട്ട് LHSലോട്ട് വരികയാണെങ്കിൽ മൈനസ് 1 into 7 minus 7 minus 14. മൈനസ് 14നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുക മീൻസ് മൈനസ് ഓഫ് മൈനസ് 14. ഈ കേസിലാണെങ്കിൽ minus 1 into minus 3 plus 3 into 3 plus 9 subtract here, and here 1 into minus 2 minus 2 into minus 4 plus 8 നെ again subtract ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. റൈറ്റ്, ഈ വാല്യൂസിൽ നമുക്ക് 10 എന്നുള്ളൊരു ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടി. ഈ സെയിം വേയിൽ നമുക്ക് ഡെൽറ്റ 1 കണ്ടുപിടിക്കാം, ഓർ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഡെൽറ്റ 1 കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾക്ക് ക്ലിയർലി കാണിക്കാനാണ് ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഡെൽറ്റ 1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡെൽറ്റ 1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എഗെയിൻ ഞാൻ സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്യാണ്. 12 minus 2 minus 1 0 0 7 minus 3 minus 1 1 12 minus 2 minus 1 0 7 minus 1, and these terms I am going to add with 84 plus 84 0 plus 0 and this value again 0. Okay, and here I am using another color. Minus 7 into 0 is minus 0 plus 3 minus 36 minus 0, here again 0 minus 0. ഈ വാല്യൂസ് എല്ലാം ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ 84 മൈനസ് 36, ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് 0 ആണ് കിട്ടിയിരിക്കുന്നത്. 84 മൈനസ് 36 വിച്ച് ഇസ് ഈക്വൽ ടു 48 എന്ന് നമുക്ക് കിട്ടും. 48, റൈറ്റ്? ദാറ്റ് ഈസ് ഡെൽറ്റ 1ൻ്റെ വാല്യൂ ആണ് നമുക്ക് 48 എന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഹിയർ if we apply these values, what is delta 1? 48, and what is delta 10, which is equal to 4.8 volt. ഈ ഇക്വേഷനിൽ നിന്ന് V1ൻ്റെ വാല്യൂ 4.8 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വാട്ട് ഈസ് V2 എന്ന് നമുക്ക് നോക്കാം. V2 ഈക്വൽ ടു ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഡെൽറ്റയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഡെൽറ്റ 2? ഡെൽറ്റ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം ആസ് ഇറ്റ് ഈസ് നമ്മൾ എഴുതും, തേർഡ് കോളം ആസ് ഇറ്റ് ഈസ് നമ്മൾ എഴുതും, സെക്കൻഡ് കോളം വി വിൽ റീപ്ലേസ് വിത്ത് ദിസ് മെട്രിക്സ്. ദാറ്റ് മീൻസ് 3 minus 4 2 12 0 0 12 0 0 minus 1 minus 1 1. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഡിറ്റർമിനൻറ്റിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡയറക്റ്റ് കാൽക്കുലേഷനാണ്, ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന വാല്യൂ 24 ആണ്. ഓക്കെ, സോ delta 2 equal to 24. What is delta 10? So we will get the value for V2 as
2.4 volt, 2.4 volt, right? Similarly, V3 equal to delta 3 divided by delta. ഈ delta 3 എന്ന് പറയുന്ന വാല്യൂ തേർഡ് കോളമാണ് നമ്മൾ ഈ കേസിൽ ഈ മെട്രിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ 3 -4 2 -2 7 -3 and this column we are replacing with the value of this matrix, which is this one, and the value will be -24. ഇവിടെ delta 3യുടെ വാല്യൂ നമുക്ക് -24 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് -24 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് ഈക്വൽ ടു -2.4 വോൾട്ട്. നമുക്ക് V1ൻ്റെ വാല്യൂ 4.8 വോൾട്ട് എന്ന് കിട്ടി. V2ൻ്റെ വാല്യൂ 2.4 ആൻഡ് V3യുടെ വാല്യൂ -2.4. ഇങ്ങനെ മൂന്ന് വാല്യൂസും സിമ്പിളായിട്ട് നമുക്ക് ക്രാമേഴ്സ് റൂൾ ഓർ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് എക്സാമിന് സ്പെസിഫിക്കലി ഏത് മെത്തേഡാണ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ മെത്തേഡ് ഡിഫിക്കൽട്ടായി തോന്നുന്നവർക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം if they didn't mention anything about the technique which we need to follow. Okay, so second method is our elimination technique. Elimination technique, right? In elimination technique is nothing but our മൂന്ന് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാം. നമ്മൾക്ക് അറിയുന്ന രീതിയിൽ സോൾവ് ചെയ്യാനാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ കേസിൽ equation number 1 2 3, equation 1 and 3 I am going to add, so I can eliminate the term V3 because -V3 plus V3 ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ -V3 plus V3 means 0. അങ്ങനെ നമുക്ക് ഒരു unknown പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇക്വേഷൻ 1 plus 3 implies 3V1 plus 2V1, that is 5V1 minus 2 minus 3 minus 5V2 V3 minus V3 plus V3 0, which is equal to RHS will be 12 plus 0, which is 12, right? Here I am taking 5 as common. 5 into V1 minus V2, which is equal to 12, or V1 minus V2 is equal to 2.4. 2.4. I am considering this as equation number 4. Okay, this as equation number 4. Again, I am going to add these two equations. So equation number 2 plus 3 implies, equation 2 plus 3 implies -4 plus 2 minus 2V1 minus 2V1 plus 4V2 minus V3 plus V3 again 0, and RHS also 0 plus 0 means 0, right? Here if I take 2 common, 0 by 2 is again 0, minus V1 plus 2V2 equal to 0, and here I am considering this as equation number 5. Now I am going to add 4 and 5. 4 and 5 add ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഈ കേസിൽ ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിളിലുള്ള രണ്ട് ഇക്വേഷനായിട്ട് മാറി. ദാറ്റ് മീൻസ് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ V1ൻ്റെയും V2ൻ്റെയും ആൻസർ നമുക്ക് കിട്ടും. സോ if I add 4 plus 5 implies plus V1 minus V1 0. V1 term cancel ചെയ്ത് പോവും. 2V2 minus V2 means V2 again. V2 equal to 2.4 volt എന്ന് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. ഇനി ഈ 2.4 എന്നുള്ള വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ
equation number 4 implies v1 minus 2.4 equal to 2.4, that is v1 equal to 2.4 plus 2.4, that is v1 equal to 4.8 volt. v1 ന്റെയും v2 ന്റെയും വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ now I am going to substitute the value of v1 and v2 in equation number 3. Then equation number 3 implies 2v1. What is the value of v1? 4.8. 2v1 minus 3 into v2. v2 is how much? 2.4 plus v3 equal to 0. And if I am taking these two values to RHS side, v3 equal to 3 into 2.4 minus 2 into 4.8, which is equal to 7.2 minus 9.6, that is nothing but minus 2.4 volt, right? ഇപ്പോൾ നമുക്ക് v1ൻ്റെയും v2ൻ്റെയും v3യുടെയും വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനിൽ മാത്രമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് വന്നിരിക്കുന്നത്. ബട്ട് എല്ലാ കേസിലും ഇത് റെക്കമെൻഡഡ് അല്ല. സോ പ്രിഫറബ്ലി വി മസ്റ്റ് പ്രാക്ടീസ് ഇൻ ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂളിലാണ് ഇത് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൽ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ ഡു mesh analysis, a problem on mesh analysis. For the time being, take care. See you in the next video. Thank you.